ഹലോ. അപ്പോൾ നാട്ടിൽ നിന്ന് മൊഞ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കണ്ടു. അങ്ങനെ പ്രസാദാസിലെത്തി. നമ്മുടെ സെക്കന്ദരാബാദ് അംബേദ്കർ സ്റ്റാച്യൂവിൻ്റെ അടുത്താണ് പ്രസാദാസ് തിയേറ്റർ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രസാദാസിൽ കയറി കഴിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ഒരാഗ്രഹം ഗൺ ഷൂട്ടിങ് ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങൾ അതിൽ കയറി 200 രൂപയ്ക്ക് 10 ഷോട്ട്സാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ അവരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ 5 ഷോട്ടും കൂടി കിട്ടും. അങ്ങനെ വിഷ്ണു വിജയകരമായി ഷോർട്സൊക്കെ പൂർത്തീകരിച്ചു. ഇതാണ് കേട്ടോ വിഷ്ണു വെടിവെച്ച് തുളച്ച പേപ്പർ. ഒന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം കറക്റ്റ് സെൻറ്ററിൻ്റെ കുറച്ചടുത്ത് കാണാം നിങ്ങൾക്ക്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ലൂസിഫറൊക്കെ കാണാൻ നിന്നപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കുറേ മലയാളികളെ കണ്ടു. നമ്മൾ ഐമാക്സിലാണ് പോയത്. ഇതാണ് അവിടുത്തെ തിയേറ്ററിലെ സ്ക്രീൻ. എനിക്കിതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല, അതേപോലെ വലുതായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നോക്കിയത് 650ഓളം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു തിയേറ്ററായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നു, സീറ്റിൽ കണ്ടുപിടിച്ചു, ഇരുന്നു. ഞാൻ ഈ സ്ക്രീൻ ഫുള്ളായിട്ട് എങ്ങനെ ഫോണിലേക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഞങ്ങൾ നടന്നു ചെന്നു, അവിടെ ഇരുന്നിട്ടും ഞാൻ ഈ സ്ക്രീനിനെ പറ്റി ഈ തിയേറ്ററിൻ്റെ ഇത് മൊത്തം ഫുള്ളാവില്ല എന്നൊക്കെ നോക്കാൻ. അപ്പോഴേക്കും ഒരു പടത്തിൻ്റെ ട്രെയിലർ കാണിച്ചു. ഇങ്ങനെ കാണാം കണ്ടോ. ഞാൻ ഫോൺ നൈസായിട്ട് തിരിച്ചു, കാരണം ഇതിൻ്റെ വലിപ്പം ഫുള്ള് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കണ്ടാന്ത് രസമല്ലേ, ഒരാൾ നടന്നു പോണത് അവിടെ നിന്ന് നമ്മൾ തലയും കൊണ്ട് നോക്കണം. ലൂസിഫർ പടമൊക്കെ തുടങ്ങി. നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ ഞാൻ കാലിയായിട്ട് കാണിച്ച എല്ലാ സീറ്റും ഫുള്ള് 650ഓളം പേരുണ്ടായിരുന്നു പടം കാണാനായിട്ട്. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു. അവസാനം എഴുതി കാണിക്കണവരെ ഇരുന്നു. എല്ലാവരും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. എന്നിട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തത് ഫുൾ ഇതിൽ കിട്ടുമെന്നില്ല. ഇല്ല, കിട്ടിയില്ല. മിഷൻ ഫെയിലായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കണ്ടോ, രാത്രി നല്ല രസമല്ലേ അംബേദ്കറെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അതിൻ്റെ ബാക്കിലെ സൈഡിലെ വഴി കൂടെയാണ് പോയത്. പിന്നെ ഞങ്ങളിവിടെ ബൗളോ ചൈന എന്ന് പറഞ്ഞൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. എൻ്റെ സജഷനായിരുന്നു. അവിടെ കയറി നമ്മുടെ റിസൽപുര മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. പിന്നെ മൊഞ്ചൻ, അഭിഷേക്, വിഷ്ണു, ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെ വച്ചേക്കുന്ന ഓരോ സാധനങ്ങൾക്കും കമൻട്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പ്രത്യേകം ഫുഡ് വന്നു. ഫസ്റ്റ് മോമോസ് വന്നു. മോമോസ് അടിപൊളിയായിരുന്നു. പിന്നെ ഇതെന്തായിരുന്നു, ചോപ്സി. അമേരിക്കൻ ചോപ്സി അല്ല, വേറൊരു ചോപ്സി ആയിരുന്നു. അതുകൊണ്ട് ബുൾസൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അവൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്. ഏട്ടാ ഇതാ ഇവിടെ ചോപ്സി അതിസാഹസികമായി കൈ കൊണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനും കുറച്ച് ഫ്രൈഡ് റൈസ് കഴിച്ചു. ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവിടുത്തെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ കണ്ടു. ഫുൾ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. പിന്നെ ചായ കുടിക്കാതെ പറ്റില്ലല്ലോ. പിന്നെ ഞാനും അഭിഷേകും മൊഞ്ചനും കൂടി ചായ കുടിക്കാൻ പോയി. വിഷ്ണു കുടിച്ചില്ല. പക്ഷേ ഈ ചായ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് കണ്ടോ, അടിപൊളിയായിരുന്നു. ലൂസിഫർ കണ്ട എൻ്റെ ക്ഷീണം. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഈ ചായ അവർ ഇങ്ങനത്തെ മഡിൻ്റെ ഗ്ലാസ്സിലാണ് തരുന്നത്. അതിൻ്റെ മേക്കിംഗ് ഉണ്ടോ കേട്ടോ. അവരിങ്ങനെ അത് പുകച്ചിട്ട് പിന്നെയാണ് ആ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുക. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചു. ഞങ്ങൾക്ക് 3 ചായ തന്നു. അത് വേറെ ആരുമാണ് പൈസ കൊടുത്തത്. ഞങ്ങളുടെ പൈസ മൊഞ്ചനാണ് കൊടുത്തത്. യെസ്. ദെൻ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, വീട്ടിൽ പോയി. ബായ്.